സ്മാർട്ട് സ്റ്റാർട്ട് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2/9/2026. PSC വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് അവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ നോട്ടിഫിക്കേഷൻ്റെ വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. 30/7/2026 ഗസറ്റ് തീയതി പ്രകാരം വന്ന നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പേഴ്സ് 117/2026, 118/2026, 119/2026, 120/2026. കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. ഈ പോസ്റ്റിലേക്കുള്ള സാലറി സ്കെയിൽ 27,900 തൊട്ട് 63,700 വരെയാണ്. ഒഴിവുകളുടെ എണ്ണം ജില്ല തിരിച്ചുള്ള ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇടുക്കി ജില്ലയിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 117/2026. അടുത്തത് ലാറ്റിൻ കാത്തലിക്സ് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗക്കാർക്ക് മലപ്പുറം ജില്ലയിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 118/2026. OBC വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മലപ്പുറം ജില്ലയിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 119/2026. ഹിന്ദു നാടാർ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കാസർഗോഡ് ജില്ലയിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 120/2026. ഈ വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന സമുദായങ്ങൾ ഒഴികെയുള്ള മറ്റു സമുദായങ്ങളിൽ നിന്നുള്ള അപേക്ഷകൾ നിരസിക്കുമെന്ന് നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം പറയുന്നുണ്ട്. നിയമന രീതി ജില്ലാ അടിസ്ഥാനത്തിൽ നേരിട്ടുള്ള നിയമനമാണ്. വിശ്വകർമ്മ, LCAI, OBC, ഹിന്ദു നാടാർ എന്നീ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 19 വയസ്സ് മുതൽ 38 വയസ്സ് വരെ. അതായത് 2/1/1988 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ. 2 തീയതികളിലും ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് +2 പാസ്സായിരിക്കണം, അല്ലെങ്കിൽ അതിന് തുല്യമായ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. ഇനി ശാരീരിക യോഗ്യതകൾ പറയുന്നത് ഉയരം 165 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം, നെഞ്ചളവ് 81 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം, 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷനും ഉണ്ടായിരിക്കണം. ആദ്യം ഒരു ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. 2.5 കിലോമീറ്റർ ഓട്ടം 13 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇത് പാസ്സായവർ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് യോഗ്യത നേടും. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ ദേശീയ ശാരീരിക ക്ഷമതാ പരീക്ഷയിലെ 1 സ്റ്റാർ നിലവാരം വരുന്ന 8 ഇനങ്ങളിൽ ഏതെങ്കിലും 5 ഇനത്തിൽ യോഗ്യത നേടിയിരിക്കണം. 14 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദ ഷോട്ട്, ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ, റോപ്പ് ക്ലൈംബിംഗ്, പുള്ളപ്സ് ഓർ ചിന്നിങ്, 1500 മീറ്റർ ഓട്ടം 5 മിനിറ്റ് 44 സെക്കൻഡ്. ഇതാണ് ആ 8 ഐറ്റം. ഇതിലേതെങ്കിലും 5 ഐറ്റം ക്ലിയർ ചെയ്തിരിക്കണം. ഭിന്നശേഷിക്കാർക്കും അതുപോലെ പെൺകുട്ടികൾക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2/9/2026 ബുധനാഴ്ച വരെ. ഇപ്പോൾ നമുക്ക് അപേക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷൻസിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇവിടെ പിൻ ചെയ്ത് വെക്കാം. അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കി അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളിലേക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള PSC ഇൻഫോർമേഷൻസ് നിങ്ങളിലേക്ക് എത്താൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.